സൗദിയിലെ ദമാമിൽ മാനസിക നില തെറ്റി തെരുവിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരനെ നാട്ടിലെത്തിച്ചു. കന്യാകുമാരി സ്വദേശി വെനിസ്വലോസ് ജോസഫാണ് ദുരിതങ്ങൾക്കൊടുവിൽ നാടണഞ്ഞത്. താമസരേഖയും ജോലിയുമില്ലാതെ 5 വർഷത്തിലേറെയായി ദമാം സീക്കോയിൽ തെരുവിൽ കഴിയുകയായിരുന്നു. സൗദി ഉദ്യോഗസ്ഥരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലിലാണ് മോചനം. മാനസിക നില തെറ്റിയ നിലയിൽ മാസങ്ങളായി തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു കഴിഞ്ഞിരുന്ന ജോസഫിനെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. താമസരേഖയോ പാസ്പോർട്ടോ ഇല്ലാതിരുന്ന ഇദ്ദേഹത്തെ തിരിച്ചറിയുവാനും ഏറെ പ്രയാസപ്പെട്ടു. 5 വർഷത്തിലേറെയായി ഇക്കാമ പുതുക്കിയിട്ടില്ല. മെഡിക്കൽ ഇൻഷുറൻസോ താമസ സ്ഥലമോ ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലെത്തിച്ച ജോസഫിനെ 3 മാസത്തോളം നീണ്ട ചികിത്സ ലഭ്യമാക്കിയാണ് ഒടുവിൽ മടക്കം സാധ്യമാക്കിയത്. അൽ-അമർ ഹോസ്പിറ്റലിൽ 1.5 മാസത്തോളം കിടന്ന് ഇപ്പോൾ ആള് ഉഷാറായി സെറ്റപ്പായി. ഇന്ന് രാത്രി നാട്ടിൽ പോവാണ്. ഇക്കാമ എക്സ്പയർ ആണെന്നു. അതിന്റെ എക്സിറ്റ് പ്രൊസീജിയർ എല്ലാം ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഹെൽപ്പോടെ നടത്തി. സുരേഷ് ബാദി സാറിന്റെ ഹെൽപ്പിന്റെ ഫലമായിട്ട് എംബസി ടിക്കറ്റ് കൊടുത്ത് കൂടെ ഒരാളോട് പോവാണ്. നാട്ടിലേക്ക് പോവാണ് സന്തോഷത്തോടെ. സൗദി മാനവ വിഭവശേഷി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ജവാസാത്തും ചേർന്ന് എക്സിറ്റ് ലഭ്യമാക്കി. ഇന്ത്യൻ എംബസി എമർജൻസി ഔട്ട് പാസും വിമാന ടിക്കറ്റും കൂടി ലഭ്യമാക്കിയതോടെ യാത്രാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.